ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. മീ അൻഷു. അപ്പം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ബസ് സിമുലേറ്റർ ഇന്തോനേഷ്യ അല്ല, ബസ് സിമുലേറ്റർ ഇന്ത്യയാണ്. അപ്പം മാലുവിൻ്റെ ഭാഗത്ത് നിന്ന് കിടില വണ്ടിയാണ്, കിടില ഗെയിമാണ്. ഏതായാലും വണ്ടി തന്നെ തൊള്ള വരുള്ളൂ. അപ്പം ഏതായാലും മോഡൊക്കെ ഇതിലാണ് ഇൻസ്റ്റാൾ ചെയ്യാൻ കഴിയും. അത് വേറെ സന്തോഷമായ ഒരു കാര്യമാണ്. പിന്നെ നമ്മൾ ബസ് സിമുലേറ്റർ ഇന്ത്യ എന്ന് പറഞ്ഞുകൊണ്ട് ചെറിയ ലോബിയൊക്കെ ചെറിയ ചേഞ്ചൊക്കെ വരുത്തിയിട്ടുണ്ട്. ബാക്കി എല്ലാ സിസ്റ്റം പക്ക പോലെയാണ്. പക്ഷെ ഒരു ചെറിയ പ്രോബ്ലം എന്താണെന്ന് ചോദിച്ചാൽ ഇതിൽ ടൂറിൻ്റെ മോഡ് നമ്മൾ ഓവർ ഇൻസ്റ്റാൾ ചെയ്താൽ മറന്നോന്ന് സംശയമുണ്ട്. അതൊന്ന് ചെയ്യാൻ തന്നാൽ പറ്റൂ. നമ്മളൊക്കെ ടൂറിസ്റ്റ് ഭ്രാന്തന്മാർക്ക് അതൊക്കെ ഒരു വികാരമാണ്. അപ്പോൾ കയറ്റുണ്ട്. പിന്നെ അതിൽ നിന്നാണ് റുപ്പീൻ്റെ സംഭവം. അത് നമുക്ക് ഡെയിലി റുപ്പി കിട്ടും. അപ്പോൾ ഞാൻ കാണിച്ചുതരാം. അപ്പോൾ നമുക്ക് ടുമാറോ ആണ്, അടുത്ത ദിവസമാണ് ഇത് കിട്ടുക. അപ്പോൾ ഓരോ ദിവസമായിട്ടാണ് നമുക്ക് ഈ റുപ്പീസ് കിട്ടുക. അപ്പം നമുക്ക് അടുത്ത ദിവസമായിരിക്കും കിട്ടാനുണ്ടാവുക. അപ്പം ഏതായാലും ഇതൊക്കെയാണ് കഥകൾ. അപ്പം നമുക്കൊന്ന് ജസ്റ്റ് ടെസ്റ്റ് ഡ്രൈവ് പോയേക്കാം. യുഎസിൻ്റെ കോലം കണ്ടില്ലേ? ജസ്റ്റ് ഞാനൊരു ടെസ്റ്റ് ഡ്രൈവ് പോയാണ്. അപ്പോൾ അതിലൊരു ചെറിയ മോഡിഫൈ. അപ്പോൾ നമ്മൾ കൊച്ചി ടു സേലമായി പോയപ്പോൾ അവിടെ മടുക്കും. അപ്പോൾ നമുക്ക് ബാംഗ്ലൂർ ടു ഹൈദരാബാദ് ടെസ്റ്റ് ചെയ്തൊക്കെ. അപ്പം നമ്മൾ മറ്റേതിലായതുകൊണ്ടാണ് 0 റുപ്പീസ്. അപ്പം നേരെ നമുക്ക് ഗോവ അടിച്ചേക്കാം. സ്റ്റേഷനിൽ വന്നിട്ടുണ്ട്. വാട്ടർ ബസ് സ്റ്റോപ്പ്. നമ്മൾ ബാംഗ്ലൂർ ബസ് സ്റ്റോപ്പിലാണ് നമ്മൾ പോയിട്ടുള്ള. പക്ഷേ ബസ് സ്റ്റോപ്പ് തന്നെയാണ് ഇതിൽ നോക്കിയിട്ട് ഒരു ബസ്സും കാണില്ല. അതുകൊണ്ട് ചോദിച്ചാണ്. അപ്പോൾ നമ്മളേതായാലും നേരെ പുറത്തിറങ്ങിയിട്ടുണ്ട്. നമുക്ക് ഇവിടെ അറിയേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ റിപ്പയറിങ് ഷോപ്പാണ്. ഞാൻ ഒരു റിപ്പയറിങ് ഷോപ്പ് എന്തിനാണ് അന്വേഷിക്കുന്നത് ചോദിക്കുന്നവരോട് ആംബുലൻസ് കൊണ്ടുപോയിക്കണം. ഇവിടെ പോലീസൊക്കെ ഉണ്ടല്ലോ. ഇതെന്തത്? ഇത് കേരള ബസ്സൊന്നും അവർ കൊണ്ടുവന്നില്ലേ? കേരള വണ്ടികൾ കൊണ്ടുവന്നിട്ട് അവർ കേരള ബസ് കൊണ്ടുവരാമെന്നത് അത് മോശമായില്ല ഗൈസ്. ഏതായാലും നമുക്ക് എവിടെയാണ് റിപ്പയറിങ് ഷോപ്പൊക്കെ വരുന്നതെന്ന് നോക്കാം. ഒരു മാപ്പിൽ റിപ്പയറിങ് ഷോപ്പ് ഇല്ലാത്ത മാപ്പ് ഉണ്ടാവും. അപ്പം നമുക്ക് നേരെ അടിക്കണം. നമ്മൾ പോണ ഭാഗത്തല്ല റിപ്പയറിങ് ഷോപ്പില്ലാതെ. ഇത് കുറച്ച് പാടാണ് കേട്ടോ. റിവേഴ്സ് എടുക്കുമ്പോൾ നിങ്ങൾ കണ്ട ഗൈസ്, ഇത് റിവേഴ്സ് എടുക്കുമ്പോൾ ചെറിയൊരു പാടാണ്. പക്ഷേ റിവേഴ്സ് അല്ലാതെ പോകുമ്പോൾ നല്ല സ്മൂത്ത് ആയിരിക്കും, നല്ല ഫാസ്റ്റ് ആയിരിക്കും. പക്ഷേ റിവേഴ്സ് എടുക്കുമ്പോൾ കുറച്ച് സ്ലോ ആണ്. ബസ് സിമുലേറ്ററിനെ വെച്ച് അപേക്ഷിച്ച് ബസ് സിമുലേറ്റർ ഇതുമായിട്ട് അപേക്ഷിച്ച് ഒരു ഒറ്റ കാര്യത്തിലെ പോരായ്മയുള്ളൂ. ഒന്ന് മാപ്പ്, രണ്ടാമത്തെ നമ്മളെ ടൂർ മോഡും കാര്യങ്ങളും. അതൊക്കെയാണ് നമുക്കൊരു പ്രോബ്ലമായിട്ട് വരുന്നത്. ഇവിടെ തന്നെ 2 ബസ് എത്തിക്കുന്നത്. നമുക്ക് എങ്ങനെ വേണം ബസ് സ്റ്റോപ്പ്. അപ്പം ഇന്നെന്തിനാണ് അവിടെ സ്പോണാക്കിയത്? അപ്പോൾ സൗണ്ടും കുറച്ചൊക്കെ സൗണ്ട് ചെറിയ ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ട്. അപ്പം ഓട്ടോ ഒക്കെ ഉണ്ട്. അപ്പോൾ കേരള ടൈപ്പ് ഓട്ടോറിക്ഷയൊക്കെ കൊടുത്തിട്ട് കേരള ടൈപ്പ് ബസ് അവർ കൊടുക്കാമെന്ന മോശമായി പോയി. അത് മോശമായി പോയി. മാപ്പൊക്കെ പക്കാണ്. അപ്പോൾ കേരള ഒരു ഫീല് കിട്ടുന്ന ടൈപ്പ് മാപ്പാണ് അവർ ആഡ് ചെയ്തിട്ടുള്ളത് ഗൈസ്. അപ്പം നമുക്ക് നേരെ പോകേണ്ട ആവുകയാണ്. പോലീസിൻ്റെ മുന്നിൽ നമ്മളെ പ്രൈവറ്റ് ബസ്സല്ലേ, അപ്പോൾ പ്രശ്നമല്ല. അപ്പോൾ നമുക്ക് നേരെ കത്തിച്ചാട്ട് ഒന്ന് കൊടുത്താൽ ഗൈസ്, ഒന്ന് ഒറ്റ കുത്തർ കൊടുത്താൽ. ഏതായാലും വണ്ടി ഡാമേജാണ്. അവനെ പോയാൽ ചാമ്പ്യൻ്റെ ഡാമേജ് ഒന്നുകൂടി റൂട്ടേക്കാം ഗൈസ്. അപ്പോൾ അവനെ ചാമ്പിയിട്ടുണ്ട്. അപ്പോൾ ഗൈസ് ബാക്കോട്ട് വരുമ്പോൾ അവിടെ ഇട്ട് ചാമ്പില്ല ഗൈസ്. അവനെല്ലാം പോണെ പിടിക്കാവനെ എന്ന് പറഞ്ഞൊരു ഡയലോഗാണ് ഇപ്പം എനിക്ക് ഓർമ്മ തന്നെ ഗൈസ്. അവനെ പിടിക്കണം. അവനെ വണ്ടിക്ക് അത്ര സ്പീഡൊന്നുമില്ല ഗൈസ്. നമ്മളവിടെ എത്തുമ്പോഴത്തേ അവനെ അവിടെ എത്തിയിട്ടുണ്ടാവും. റിപ്പയറിങ് ഷോപ്പ് അടുത്താണ് കാണിക്കുന്നത്. നമുക്ക് ജസ്റ്റ് പോയി വെക്കാം. നമ്മളെ പ്രകാശ ഐറ്റംസൊക്കെ നോക്കാൻ വേണ്ടിയാണ്. എൻ്റെ മോനെ റിപ്പയറിങ് ഷോപ്പ് അടിപൊളിയായിട്ട് തന്നെ അവർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഞാനിത് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളെ പ്രകാശ് സെറ്റാവും. നമ്മളെ 2 ഐറ്റം ഇവിടെ കിടക്കുന്നുണ്ട് പ്രകാശിൽ. അപ്പോൾ അതിൻ്റെ കാര്യമായിട്ടുള്ള ഇതാണ് നമ്മൾ ഈ പടം നോക്കിയത്. അപ്പോൾ ഈ ബാംഗ്ലൂർ ഈ റിപ്പയറിങ് ഷോപ്പ് ഇനി പ്രകാശ്. അപ്പോൾ നമ്മൾ ഈ റിപ്പയറിങ് ഷോപ്പിനെ പ്രകാശ് എന്നാണ്. അല്ല ഇയാളത്തെ ഇങ്ങനെ ഓടുന്നു ഗൈസ്, ഇയാളത്തെ ഇങ്ങനെ ഓടുന്നു.
കേരള ഫീലിയറാണ് അശോക് കിരേച്ചു. അത് കിടിലായിട്ട് ഒരു കേരള ഫീലിയറിന് ഏതായാലും ജസ്റ്റ് ക്യാമറ ഒന്ന് നോക്കി നോക്കുമ്പോൾ കുഴപ്പമില്ല. എന്താണ് ആറ്റിറ്റ്യൂഡ് കുഴപ്പമില്ല, പക്ഷെ ആ കൈ എന്തിനാണ് അതൊന്ന് താഴ്ത്തി വെച്ചിട്ടുണ്ടെങ്കിൽ പൊളിക്കുമായിരുന്നു. അപ്പോൾ മച്ചാൻ്റെ ആറ്റിറ്റ്യൂഡ് പോരാ, അതുകൊണ്ട് നമ്മൾ നല്ല പോന്നിട്ടുണ്ട്. നെയിം ബോർഡൊക്കെ സെറ്റാണ്. നമ്മൾ പുതിയ നെയിം ബോർഡിലാണ് വണ്ടി ഇറക്കിയത്, അപ്പോൾ ഇറക്കിയിട്ടുള്ളൂ. അപ്പം അങ്ങനെ ഉണ്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യും. അപ്പോൾ ഈ ഒരു ബസ്സിലോട്ടുള്ള ഇനിയും കുറേ അപ്ഡേറ്റ് വരുത്തണം എന്നാണ് എനിക്ക് പറയുന്നത് ഗൈസ്. പോരാ, അപ്ഡേറ്റ് പോരാ എന്ന് തന്നെ പറയാം, പോരാ. അപ്പോൾ ഇനി നമുക്ക് കൊച്ചി ഒന്ന് വരെ പോയിട്ട് വരാം. കൊച്ചിത്തെ അവസ്ഥയൊക്കെ എന്താണെന്ന് അറിയേണ്ട ഗൈസ്. അപ്പോൾ കൊച്ചി പോയിട്ട് വരാം. കൊച്ചി എത്തിയിട്ടുണ്ട്, ബസ് സ്റ്റോപ്പ് ഇതാണ്. നമുക്ക് ഇനി നമ്മളെ കൊച്ചിയിലായിരിക്കും നമ്മളെ ഇനി മെയിൻ നാട്ട്. അപ്പം ഇനി വീഡിയോസിൽ ചിലപ്പം അപ്ഡേറ്റൊക്കെ വന്നിട്ട് ടൂറിൻ്റെ മോഡൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് ദിവസത്തേക്ക് ഇനി ബസ് സിമുലേറ്റർ ഇൻസ്റ്റാൾ ചെയ്താണ്ട് ഇതിലായിരിക്കും കൂടുതലുണ്ടാവുക. അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ കൊച്ചിയിലായിരിക്കും ഉണ്ടാവുക. പക്ഷേ കേരളത്തിലെ മുഴുവൻ സംസ്ഥാനങ്ങളും ഇതിൽ കൊണ്ടുവരണം എന്നാണ് എൻ്റെ അഭിപ്രായം ഗൈസ്. അത് കൊണ്ടുവന്നാൽ ഞാൻ പിന്നെ ഫുള്ള് കോഴിക്കോടായിരിക്കും തന്നെ പറയാം ഗൈസ്. നമ്മളെ സംസ്ഥാനം കോഴിക്കോടാണ്. അപ്പോൾ നമ്മളവിടെ എല്ലാം ഉണ്ടാവേണ്ടി നമ്മളിനി ഇവിടെ നിന്ന് നമുക്കൊരു ബസ്സൊന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടി ഷെഡ് തപ്പട്ടെ ഗൈസ്. അപ്പോൾ ആ ഷെഡ് തപ്പിട്ട് കാണാം. അപ്പോൾ നമ്മളെ ഷെഡ് നമ്മൾ ചൂസ് ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മളെ ഷെഡ്. അപ്പോൾ ഇതാണ് സെറ്റാണ്. അപ്പം ബസ് നമ്മളിവിടെ എത്തിയേക്കാണ്. ബസ്സിന് ഡാമേജ് ഉണ്ട്. സംഭവം 94 ഹെൽത്ത്, ഇപ്പോൾ 90 ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കയ്യിൽ നിന്ന് ഇടിക്കട്ടെ എന്ന് വിചാരിച്ച് ചിലപ്പോൾ ഇടിച്ച് തന്നെ ആക്കിയാണ്. കാരണം 95 ഡാമേജ് കൊണ്ട് റിപ്പയർ ചെയ്യാൻ കഴിയില്ല. 90 മിനിമം ഡാമേജ് ആയാലും നമുക്ക് വണ്ടി റിപ്പയർ ചെയ്യാൻ കഴിയുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ 95 കയ്യിൽ നിന്ന് പോയാണ്ട് കുറേയൊക്കെ ഇടിയെ പറ്റി. പിന്നെ നമ്മൾ ഫുള്ളായിട്ട് ഇടിയായിരുന്നു ഗൈസ്. ഈ ഒരു വീഡിയോ നമ്മൾ മാക്സിമം എല്ലാവരും ലൈക്ക് ചെയ്യാം. ഇതായിരിക്കും നമ്മളെ ഷെഡ്. ഇനി നമ്മൾ ഹൗസ് എങ്ങനെയാണ് കണ്ടുപിടിക്കണം. അപ്പോൾ ഈ വീഡിയോ ഇവിടെ ചെൻ്റെയാണ്. പഠിച്ചു കാണാം. ബൈ.